എന്താണ് ഒളിഗോസ്പെർമിയ? നമ്മൾ അസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ സ്പേം ഇല്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞല്ലോ. ഒളിഗോസ്പെർമിയ എന്ന് പറഞ്ഞാൽ WHO ക്രൈറ്റീരിയ പ്രകാരം മിനിമം സ്പേം കൗണ്ടായ 16 മില്യൺ പെർ ml ൽ കുറവായി കാണുന്നതിനെയാണ് ഒളിഗോസ്പെർമിയ എന്ന് പറയുന്നത്. ഒളിഗോസ്പെർമിയയുടെ കാരണങ്ങൾ പലതാവാം. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതായത് ടോക്സിൻസിനുള്ള എക്സ്പോഷർ, റേഡിയേഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഒക്യുപേഷണൽ ഹസാർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, പലതരം മെഡിക്കേഷൻസ് അങ്ങനത്തെയോ ആവാം. വെരിക്കോസീൽ, അതായത് വൃഷണത്തിന് ചുറ്റുമുള്ള ഞരമ്പുകൾ തടിച്ച് വീർത്തിരിക്കുന്ന അവസ്ഥ, പിന്നെ ഇൻഫെക്ഷൻസ്, അക്സസറി ഗ്ലാൻസിൽ വരുന്ന ഇൻഫെക്ഷൻസ്, ക്രോമസോമൽ പ്രശ്നങ്ങൾ, ജനറ്റിക് ആൻഡ് ക്രോമസോമൽ പ്രശ്നങ്ങൾ, ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കൊണ്ടും ഒളിഗോസ്പെർമിയ വരാം. ഇതിനെല്ലാം ട്രീറ്റ്മെന്റ് ഒറ്റൊരു ട്രീറ്റ്മെന്റ് അല്ല, ഓരോന്നിനും ഓരോ പ്രത്യേക രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്ക് അടുത്തതിൽ നോക്കാം. വാട്ട് ഈസ് MAGI? മാഗി എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ?